അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്കുള്ള മഹത്വം നമുക്കൊക്കെയും അറിയാം. മറ്റു മാസങ്ങളിൽ അമല് ചെയ്യുന്നതിനേക്കാൾ, മറ്റു ദിനങ്ങളിൽ അമല് ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് ഏറെ ഇഷ്ടം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിലാണ്. അത്രയും മഹത്വമുള്ള ഈ 10 നാളുകളിൽ തെറ്റ് ചെയ്താൽ അതിന് ഇരട്ടിയായി ശിക്ഷയാണ് ലഭിക്കുന്നത്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാരാകട്ടെ. സജ്ജനങ്ങളായി ജീവിച്ച്, നല്ല രൂപത്തിൽ ജീവിച്ച്, തഖ്വയോടെ ജീവിച്ച്, ഈമാനോടെ മരിക്കാൻ നമുക്കേവർക്കും അല്ലാഹു ഭാഗ്യം തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിക്ർ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ, അതായത് ദുൽഹിജ്ജ 1 മുതൽ 9 വരേക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ നാളുകളിൽ 10 തവണ വീതം ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ദിക്ർ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചൊല്ലിയാൽ, ഈ ദിക്ർ ചൊല്ലിയാൽ ലഭിക്കുന്ന മഹത്വം, കഴിഞ്ഞുപോയ പാവങ്ങളും ഇനി വരാനിരിക്കുന്ന പാവങ്ങളും അടക്കം റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് മഹാനായ ഹുദൈർ ദുമിയാത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായത്തുൽ അമൽ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരാം. ഏതാണ് ആ ദിക്ർ? ചെറിയ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഓരോ നാളുകളിൽ 10 തവണ വീതം ചൊല്ലാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. لا إله إلا الله عدد الليالي والدهور. لا إله إلا الله عدد أمواج البحور. لا إله إلا الله عدد نبات والشجر. لا إله إلا الله عدد القطر والمطر. لا إله إلا الله عدد لمح العيون. لا إله إلا الله خير مما يجمعون. لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور. ഈ ദിക്റാണ് ഓരോ നാളുകളിൽ 10 തവണ വീതം ചൊല്ലേണ്ടത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ധാരാളം ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലി ആഖിറം അള്ളാഹു തആല നമുക്ക് വെളിച്ചമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.